ദിയ സനയും സജ്ന നൂറുമായിട്ടുള്ള വിഷയങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് സജ്ന നൂർ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇടുകയും താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞതിന് പിന്നാലെ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ട് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്നതാണ്, തൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സജ്ന നൂർ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിലേക്ക് സജ്ന നൂർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ദിയ സന MDMA ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം. അതിന് പിന്നാലെ തന്നെ ദിയ സന ന്യൂസ് 18ലേക്ക് വന്ന് ഒരു അഭിമുഖം നടത്തുകയും അതിന് പിന്നാലെ താൻ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു ദിയ സന നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ദിയ വാർത്താ സമ്മേളനം വിളിക്കുന്നൊരു സാഹചര്യം. തിരുവനന്തപുരത്ത് വെച്ചാണ് ആ വാർത്താ സമ്മേളനം ദിയ സന നടത്തിയത്. അതിൽ പറയുന്ന കാര്യം തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തി സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ സന ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. ഇൻഫ്ലുവൻസർ സജ്ന നൂറിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകിയതായിട്ടും ദിയ അറിയിക്കുകയും ചെയ്തു. താൻ MDMA ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ സജ്ന നൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് ദിയ സനയുടെ ആരോപണം. ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് തന്റെ വീട്ടിൽ പരിശോധന നടത്തിയെന്നും എന്നാൽ പരിശോധനയിൽ ലഹരി വസ്തുക്കളോ മറ്റേതെങ്കിലും നിയമവിരുദ്ധ വസ്തുക്കളോ കണ്ടെത്താനായില്ല എന്നുമാണ് ദിയ പറയുന്നത്. തൻ്റെ കൈവശം എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ തെളിവുണ്ടെന്നും വ്യാജ ആരോപണങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്താനാണ് ശ്രമമെന്നുമാണ് ദിയ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ദിയ സന വ്യക്തമാക്കി. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് എന്നെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മാരക ലഹരിയായിട്ടുള്ള MDMA അടിച്ചു, MDMA ക്യാരിയറാണ്, MDMA കുട്ടികൾക്ക് കൊടുത്തു, MDMA തിന്നാൻ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പല ആരോപണങ്ങളുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 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 സമയം ഇങ്ങനെ തീവ്രമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെ മേലിലും എന്ത് ആരോപണവും നടത്താം. അതിൻ്റെ മേലിൽ ഒരു ആരോപണം കിട്ടിയാൽ മതി, അത് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതിൻ്റെ പുറത്ത് ഞാനിന്നൊരു വിക്ടിമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സുരക്ഷ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ ഞാൻ ഇരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര വലിയൊരു അഭിമാനമുണ്ട്. കാരണം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ ഹോം മിനിസ്റ്റർ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി, ഇവരെയൊക്കെ ഞാൻ കാണുകയുണ്ടായി. അവിടെ നിന്നൊക്കെ അവരെനിക്ക് തിരിച്ചു തന്ന ഒരു ഉറപ്പും ഒരു വിശ്വാസവുമാണ് ഞാനിവിടെ അഭിമാനത്തോടുകൂടി ഇരിക്കുന്നത്. എന്നാൽ തന്നെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയത്തിൻ്റെ തുടക്കം തുടങ്ങുന്നത് ഒരു 16-ാം തീയതി, ജൂൺ 16-ാം തീയതി സജ്ന നൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എനിക്കെതിരെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിൽ തംബ്നെയിലോടുകൂടി ഓക്കെ കറക്റ്റാണോ? ഓക്കെ 16-ാം തീയതിയുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു തംബ്നെയിലോടുകൂടി എനിക്കെതിരെ ഈ പറഞ്ഞ മാരകമായിട്ടുള്ള MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലും എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ സജ്ന നടത്തിയ പരാമർശവും MDMA ഉപയോഗിച്ചു, അവരുടെ വീട്ടിൽ വന്നു, അവരുടെ ആളുകളുമായിട്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, എന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു, അത് ചലഞ്ച് ചെയ്തുകൊണ്ട് വിളിക്കുന്നു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം, എൻ്റെ ഹെയർ ടെസ്റ്റ് നടത്തണം, അല്ലെങ്കിൽ എൻ്റെ MDMA ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പ്രൂവ് ചെയ്യുന്ന ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇടുന്നു. രണ്ടാമതൊരു വീണ്ടും വന്നിട്ട് അതൊക്കെ വിട്, നീ ടെസ്റ്റ് റിപ്പോർട്ട് ടെസ്റ്റ് നടത്ത്. ഇതിൻ്റെ പുറത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്നത് മാരകമായ സൈബർ ബുള്ളിങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 16 വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിലെ സാമൂഹ്യ കലാ രാഷ്ട്രീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷൻ പോലും മാറ്റിവെച്ചും ഞാനൊരു സാമൂഹ്യ പ്രവർത്തക എന്ന ലേബിൾ തന്നെയാണ് ഞാൻ അറിയപ്പെടാനും ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളും ഏറ്റവും കൂടുതൽ അതാണ്. കേരളത്തിലെ മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ഇവിടുത്തെ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ നിലകൊള്ളുമ്പോഴും എൻ്റെ പ്രതികരണ മനോഭാവം കൊണ്ടോ എൻ്റെ അഗ്രസീവ്നെസ് കൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തുന്നതോ എന്നെ വിമർശിക്കുന്നതിലോ എനിക്ക് തെറ്റില്ല. പക്ഷേ ഇത്രയും വലിയൊരു അലിഗേഷൻ എനിക്കെതിരെ വെക്കുമ്പോൾ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എനിക്ക് വന്നിരിക്കുകയാണ്. ഇത് അന്ന് തന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും ഞാൻ ആ സമയത്ത് എടുത്ത എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം.
അതിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡുണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്നത്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പിന്മാറാതെ, പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി ഈ സജൻ എന്നെ ത്രെട്ടൻ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തതിൻ്റെ FIRൻ്റെ കോപ്പിയാണ്. ഞാൻ സമയം ലേറ്റായത് അതുകൊണ്ടാണ്. FIRൻ്റെ കോപ്പിയാണ്. ഇത് കൂടാതെ എനിക്കുള്ള വലിയ ത്രെട്ടനിങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ കൊടുത്ത രാഷ്ട്രീയപരമായിട്ട് എനിക്കുണ്ടായ അലിഗേഷനെതിരെയൊക്കെ കൊടുത്തിരിക്കുന്ന പരാതികളുടെ പ്രതികളെ ഇവർ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന എൻ്റെ വിവാഹം അവിടെ നിന്ന് തുടങ്ങി അവരുടെ ഫാമിലി തുടങ്ങി ബാക്കിയുള്ള എല്ലാ പ്രതികളെയും, അതായത് ഞാൻ കൊടുത്ത പരാതിയിലെ പ്രതികളെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊട്ടേഷൻ ഉണ്ടായി. 23-ാം തീയതി തന്നെ രാത്രി വലിയ തോതിലുള്ള ഫോണിൽ വിളിച്ചിട്ട് എന്നെ പുറത്തേക്ക് ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കീറുമെന്നും പറഞ്ഞിട്ട് 2014 ഞാൻ കേസ് കൊടുത്ത പ്രതി എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ അപ്പം തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. അവരപ്പം തന്നെ അയാളെ വിളിച്ചപ്പോൾ പോലീസുകാരെ തെറി വിളിച്ചു അയാൾ. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും എനിക്ക് ത്രെട്ടൺ ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവരെൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്നു. ഈ പോലീസുകാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടിട്ട് എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ FIR ഇടാൻ വേണ്ടി കേസ് കൊടുക്കുകയും FIR ഇടുകയും ചെയ്തു. ഞാൻ ആദ്യം തന്നെ 16-ാം തീയതി തന്നെ സജന എനിക്കെതിരെ നടത്തിയ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയുടെ കോപ്പിയാണിത്. അവിടെ കമ്മീഷൻ ഓഫീസിലൊരു പരാതി കിടപ്പുണ്ട്. ഇത് 2ാമത് ഞാൻ കൊടുത്തതാണ്. കാരണം ഇതെൻ്റെ ത്രെട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ്. കമ്മീഷൻ ഓഫീസിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ അതിവേഗം തന്നെ ആ കാര്യങ്ങളിൽ ഒരു അന്വേഷണം നടത്തുകയും എനിക്ക് നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇരിക്കുകയാണ്. ഓസ്കർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും ദിയ ആരോപിക്കുകയും ചെയ്തു. സംഭവത്തിൽ പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇവർക്ക് എൻ്റെ അടുത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, ശരിക്കും ഈ സജനയ്ക്ക് എൻ്റെ അടുത്തുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത്, റസൂൽ പൂക്കുട്ടി സജന 2 പേര് തമ്മിലുള്ള ബന്ധം, അവരുടെ വളരെ പേഴ്സണലായിട്ടുള്ള ബന്ധം, അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് സജന തന്നെ പബ്ലിഷ് ചെയ്തിട്ട് ആ വിഷയം സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് അതിൽ നിന്നൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കരുവാക്കിക്കൊണ്ട് ഈ വിഷയം അവരെനിക്കെതിരെ ഇട്ടത്. അതിനൊരു റീസൺ ഉണ്ടായത്, റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നത്തെ പറ്റിയിട്ടും അവർക്കൊപ്പമേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള സ്റ്റാൻഡ് ഞാൻ എടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് ഇത്രയും വലിയൊരു അലിഗേഷൻ ഉണ്ടായത്. അവരുടെ പ്രൈവസികളിൽ ബന്ധപ്പെടുന്ന ഒരാളെ അല്ല. ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുക, അവർ പലതരത്തിലുള്ള മാനിപ്പുലേഷൻ കാണിക്കുക, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ പെട്ടെന്നൊരു സഹായം എന്നുള്ള നിലയിലാണ് നമ്മളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്രമാണ് ഈ സ്ത്രീയായിട്ടുള്ള എനിക്കുള്ള ബന്ധം പോലും നടക്കുന്നത്. ഇവർ ആദ്യം തുടങ്ങുന്നത് ഇവരുടെ അക്കൗണ്ട് ഹാക്കായി എന്ന് പറഞ്ഞൊരു 9 വീക്സ് പ്രഗ്നൻസിൻ്റെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൻ്റെ പുറകിൽ ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു. അതൊരു കള്ളപ്പരാതിയാണ്. അത് മുഖ്യമന്ത്രിയോട് തന്നെ കണ്ട സമയത്തും സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അവർ തന്ന പരാതിന്മേൽ സാർ അന്വേഷണം നടത്തണമെന്ന്. കാരണം എന്ന് വെച്ചാൽ അവരുടെ അക്കൗണ്ട് ഹാക്കായെന്നും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ചതിക്കുകയാണെന്നും പറഞ്ഞാണ് അവർ പരാതി കൊടുത്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഫേക്കാണ് ആ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. ഒരാളും വന്ന് പറയില്ലല്ലോ സാർ ഞങ്ങൾക്കെതിരെ കൊടുത്ത പരാതി സാർ സ്റ്റാൻഡ് ഓൺ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു സാർ അവർ തന്ന പരാതി അത് കാണിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ പറഞ്ഞു അവരുടെ അക്കൗണ്ട് ഹാക്കായത് തിരിച്ചു പിടിച്ചു കൊടുത്തത് ഷാലു എന്ന് പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. അപ്പം അവരും അതെങ്ങനെയാണ് തിരിച്ചെടുത്ത് കൊടുത്തത് എന്നുള്ളത് പറയാൻ ബാധ്യസ്ഥയാണ്. അങ്ങനെ ഹാക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലോ, നമുക്കറിയില്ലല്ലോ. നിലവിൽ ദിയാസനയും സജന നൂറും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഔദ്യോഗിക അന്വേഷണത്തിന്റെ അന്തിമ കണ്ടെത്തലുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നതുകൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇത് കുറച്ചധികം നാളുകളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച്
സജനയുടെ മുൻ ഭർത്താവായ ഫിറോസ് ഈ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടിരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സജന നൂറും റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയൊക്കെ തന്നെ കുറച്ചധികം വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ യുദ്ധങ്ങളല്ലാതെ ഇത് പോലീസ് കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദിയ സനയ്ക്കെതിരെ MDMA ഉപയോഗിച്ചു എന്ന കാര്യം അത് സജന പറയുന്നത് സജനയുടെ ഫ്ലാറ്റിൽ വെച്ച്, തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തിലെ ഫ്ലാറ്റിൽ വെച്ച് ദിയ സനയും കുറച്ച് കൂട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് വരികയും അവിടെ വെച്ച് തൻ്റെ ഫ്ലാറ്റിൽ MDMA ഉപയോഗിച്ചു എന്നുമാണ് സജന നൂറ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന വാചകം. അതിന് പിന്നാലെയാണ് അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സജന നൂറ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലും അതിന് പിന്നാലെയും ഒക്കെ തന്നെ കൃത്യമായ കാര്യങ്ങൾ ആരോപിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ദിയ സനയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ദിയ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്.